ഇനി കൊച്ചിയിലേക്ക് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുകയാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പരം പഴിചാരി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ. വ്യവസായ വകുപ്പിന് ജാഗ്രതക്കുറവുണ്ടായി എന്ന് ജലവകുപ്പിൻ്റെ റിപ്പോർട്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരായും റിപ്പോർട്ടിൽ ചില വിമർശനങ്ങളുണ്ട്. മുന്നറിയിപ്പില്ലാതെയാണ് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറന്നതെന്ന് വ്യവസായ വകുപ്പ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. ഗുഡ് മോർണിംഗ് എഗെയിൻ അശ്വിൻ പാലാഴി, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ തന്നെ സർക്കാർ വകുപ്പുകൾ പരസ്പരം പഴിചാരി തുടങ്ങിയതാണ്. എന്തായാലും ഇപ്പോൾ അത് ഔദ്യോഗികമായി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറിഗേഷൻ വകുപ്പ് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് വ്യവസായ വകുപ്പിനുമൊപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും വിമർശനം ഉണ്ടായിരിക്കുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതായത് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായി വന്നിരിക്കുന്ന വിവരം. അത് തുറക്കുന്നതിന് മുന്നേ തന്നെ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഈ വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ PCB കൃത്യമായ ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെതിരായ വലിയ വിമർശനം. അതിന് ഒപ്പം തന്നെ വ്യവസായ വകുപ്പിനോടും സമാനമായ വിമർശനം ഉയർത്തുന്നുണ്ട്. ആവശ്യമായ ഇടപെടലുകൾ നടത്തിയില്ല. ഒപ്പം ഈ പാതാളത്തെ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് ഇങ്ങനെ മാലിന്യജലം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യവസായ വകുപ്പിനും നൽകിയിരുന്നു. അതിൽ വ്യവസായ വകുപ്പും ഇടപെട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു പരാതിയായി അല്ലെങ്കിൽ വിമർശനമായി ഇറിഗേഷൻ വകുപ്പ് വ്യവസായ വകുപ്പിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം മത്സ്യക്കുരുതിക്ക് കാരണമായത് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് തൊട്ട് മുൻവശമുള്ള അതിന് മുൻപുള്ള ഏതോ ഫാക്ടറിയിൽ നിന്ന് ഒഴുക്കിവിട്ട ജലമാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സംഭവം നടന്ന 3 ദിവസമാകുമ്പോഴും ഏതാണ് കമ്പനി എന്നുള്ളത് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒക്കെ നടക്കുമ്പോഴാണ് ഈ സർക്കാർ വകുപ്പുകൾ പരസ്പരം പഴിചാരുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. ലിയാസ് ഗാലറിയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഈ സന്ദേശം. മൂവാറ്റുപുഴയിൽ മഴയാണ്. റെയിൻ ഗോ എവേ കം അഗെയിൻ അനദർ ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ജസിൽ ബാബ പറയുന്നു ഇടുക്കിയിൽ നല്ല മഴയാണ്. ആശ പറയുന്നു കൊട്ടാരക്കരയിൽ കനത്ത മഴ തുടരുന്നു. അതുപോലെ ബാബു സൈമൺ പറയുന്നു ഞാൻ ജൂൺ 4-ാം തീയതി അവധിയെടുത്തിട്ട് അവധിയെല്ലാം പോയെന്നും പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തരുതല്ലേ. പക്ഷേ ജൂൺ 4 നമ്മൾ പൊളിക്കും. അന്ന് ഒരു അവധിയെടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ നല്ല ചൂട് കപ്പലണ്ടിയും കൂടെ കുറച്ച് വാങ്ങിച്ചോളൂ. മുഹമ്മദ് ബഷീർ പറയുന്നു ജൂൺ 4 റെഡ് അലേർട്ട് ഉണ്ട് എന്ന് പറയുന്നു. 24 മാത്രമേ ഉള്ളത് ഇപ്പോൾ തൽക്കാലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.